നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് ഈ വ്യക്തിയുമായുള്ള മനോഹരമായ നിമിഷങ്ങൾ ഓർത്തുകൊണ്ട് ഈ വായന കാണുവാനായി ശ്രമിക്കുക. ഈ വ്യക്തി രഹസ്യമായി നിങ്ങൾക്ക് അനുകൂലമായി 3 തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നാണ് ഇന്നീ റീഡിങ്ങിൽ വ്യക്തമാക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി വേണം ഈ വായന കാണുവാൻ. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചു എന്ന് വിശ്വസിക്കുന്നു. മനോഹരമായിട്ട് ആ വ്യക്തിയായി പങ്കിട്ട പോസിറ്റീവായ നിമിഷങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർക്കുക. തീർച്ചയായിട്ടും നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത് ഈ വ്യക്തി രഹസ്യമായി പലതരത്തിലുള്ള ഡിസിഷൻസും എടുക്കാൻ പോകുന്ന ഒരു രീതി തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയുമായി നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അത് കാലങ്ങളായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, വ്യക്തമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു സാഹചര്യമായിരിക്കാം. അതുമല്ലെങ്കിൽ ഈ വ്യക്തിക്കും നിങ്ങളും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പോലും അവിടെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള അനാവശ്യമായിട്ടുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് ഒരു ഒഴിയാബാധ പോലെ നിങ്ങൾക്കിടയിൽ നിരന്തരം വന്നുകൊണ്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തി അതുകൊണ്ട് തന്നെ നിങ്ങളോട് പോലും പങ്കിടാതെ ചില കാര്യങ്ങൾ ഈ വ്യക്തി രഹസ്യമായി, ഒരുപക്ഷെ ഈ വ്യക്തിയുടെ അത്രയും അടുത്ത സുഹൃത്തുക്കളുമായിട്ട് മാത്രമായിരിക്കാം ഈ വ്യക്തി ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്. നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുവാനുള്ള സമയമായിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ വായന കാണുമ്പോൾ തൊട്ട് തന്നെ ചില സൂചനകൾ ഈ വ്യക്തിയിൽ നിന്നും ലഭിച്ചു തുടങ്ങും. ഈ വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റു വ്യക്തികളിൽ നിന്നോ, അതായത് ഈ വ്യക്തിയുടെ കൂട്ടുകാര്, കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികൾ, അങ്ങനെ അല്ലെങ്കിൽ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അല്ലെങ്കിൽ നിങ്ങളുമായി അടുപ്പത്തിലുള്ള മ്യൂച്വൽ ഫ്രണ്ട്സ്, അങ്ങനെ ഈ വ്യക്തിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന മറ്റു വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുഡ് സൈൻ, ഒരു ഗുഡ് ന്യൂസ് തേടി വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഈ ഒരു വായന തുടക്കം മുതൽ അവസാനം വരെ മനസ്സിലേക്ക് പറയുന്ന ഓരോ പോസിറ്റീവ് കാര്യങ്ങളും മനസ്സിലേക്ക് ഏറ്റെടുക്കുവാനായി ശ്രമിക്കണം. തള്ളിക്കളയരുത്. വിശ്വാസമില്ലെങ്കിൽ കാണുവാനും നിൽക്കരുത്. അപ്പോൾ ഈ വ്യക്തി എന്തായാലും നിങ്ങൾക്കിവിടെ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് വിവാഹം തന്നെയാണ്. ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ പലതവണയായി ഒന്നിക്കാൻ ശ്രമിക്കുന്നു. അത് നിങ്ങളുടെ സങ്കല്പത്തിലൊത്ത രീതിയിൽ, ഈ വ്യക്തിയുടെയും ആഗ്രഹത്തിനൊത്ത രീതിയിൽ നിങ്ങൾ പല രീതിയിലും പ്ലാൻ ചെയ്തിരുന്നു വിവാഹത്തെക്കുറിച്ചും. അതുമല്ലെങ്കിൽ ഒരുമിച്ച് പോയി ജീവിക്കാം എന്നുള്ള രീതിയിൽ പല രീതിയിലും നിങ്ങൾ രണ്ടുപേരും ശ്രമിച്ചു നോക്കിയിരുന്നു. പക്ഷെ അതിന് സാധിക്കാതായപ്പോഴാണ് ഈ വ്യക്തിയുടെ കോൺഫിഡൻസ് കുറഞ്ഞു പോവുകയും നിങ്ങളോട് ഒരു വാക്ക് പോലും പറയാതെ ഒരുപക്ഷെ മാറി നിൽക്കുന്നതും. നിശബ്ദതയിലാണ് ഈ വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ നിശബ്ദതയുടെ മുന്നിൽ നിങ്ങൾക്കും വളരെയധികം മനസ്സ് മരവിപ്പിക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തി നിങ്ങളോട് നല്ലതും പറയുന്നില്ല, ചീത്തയും പറയുന്നില്ല. ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത ഒരു സാഹചര്യം. എന്തൊക്കെ ചോദ്യങ്ങൾ ഈ വ്യക്തിയോട് ചോദിച്ചാൽ പോലും ഒരുപക്ഷെ ഈ വ്യക്തി ഫോൺ കട്ട് ചെയ്ത് കളയുക, സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഈ വ്യക്തി മറ്റാർക്കെങ്കിലും ഫോൺ കൊടുക്കുക, മറ്റാരോടെങ്കിലും ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളിൽ നിന്നും അകന്നു പോവുക,
ഇങ്ങനെയുള്ള പ്രവർത്തികളാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പേഴ്സണ് പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജിയിൽ നമ്മൾക്ക് ഈ ഒരു മാരേജ് കാർഡ് ലഭിച്ചിട്ടുണ്ട്. അത് വളരെയധികം സന്തോഷത്തെയും സക്സസിനെയും അല്ലെങ്കിൽ സംതൃപ്തിയെയും വിവാഹ ആഘോഷങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്ന കാർഡ്സ് ആണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വായന കാണുന്ന നിങ്ങളാണെങ്കിൽ പോലും രണ്ട് അരയന്നങ്ങളെ കാണുകയോ അല്ലെങ്കിൽ രണ്ട് ആനകളുടെ കപ്പിളായിട്ട് പോകുന്ന ഭാര്യ ഭർത്താവായിട്ടുള്ള പുരുഷൻ സ്ത്രീ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഏതൊരു പക്ഷി മൃഗാദികളെയും നിങ്ങൾ കണ്ടാലും അത് വളരെ നല്ല സൂചനയായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ മനുഷ്യരുടെ കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പള്ളികളിലോ അല്ലെങ്കിൽ അമ്പലങ്ങളിലോ ഒക്കെ പോകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് വരന്മാരെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ടുള്ള വിവാഹം അടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അടുക്കാറായി എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന കാർഡ്സ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം സൂചനകൾ, അതിപ്പോൾ ഒരു ചിത്രശലഭമാണെങ്കിൽ പോലും അത് ഒറ്റയ്ക്ക് പറക്കുന്നതല്ല, 2 പേര് കൂടി അല്ലെങ്കിൽ 4 പേര് കൂടിയൊക്കെ കപ്പിൾസ് ആയിട്ട് പറക്കുന്നുണ്ടെങ്കിൽ, ഇണകളായിട്ട് പോകുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളത് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു, കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പങ്കാളി വരുവാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും, അതിനു വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ സൂചനകൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. അത് നിങ്ങൾ മനസ്സിലേക്ക് ഏറ്റെടുക്കുക. കാരണം ഈ വ്യക്തി നിങ്ങളുമായി എത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ചാലോ അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിയാലോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പതിവിലും വ്യത്യസ്തമായ രീതിയിലാണ് ഈ പേഴ്സന്റെ ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ തേർഡ് പാർട്ടി വളരെയധികം ശക്തമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇത്രയും കാലം തേർഡ് പാർട്ടിയുടെ സാന്നിധ്യവും തേർഡ് പാർട്ടിയുടെ അനാവശ്യമായിട്ടുള്ള കൺട്രോളിംഗ് പവറും എല്ലാം കൊണ്ടും ഈ വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതായും സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തി സ്വന്തം ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ജീവിക്കാതെ തേർഡ് പാർട്ടിയുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങിക്കൊടുത്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളും ഒരുപാട് വിയർപ്പ് മുട്ടി. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പോലും കമിതാക്കളാണെങ്കിൽ പോലും ഒരുമിച്ച് ജീവിക്കാം. ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും സെപ്പറേഷൻ പീരീഡിലാണ്, ഭർത്താവ് ഒരു സ്ഥലത്ത് നിങ്ങൾ വേറെ സ്ഥലത്താണെങ്കിൽ കൂടി ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുകയാണ്. കമിതാക്കളാണെങ്കിൽ എത്രയും പെട്ടെന്ന് വിവാഹം എന്നുള്ള രീതിയിലേക്കാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇത്രയും കാലം ഈ വ്യക്തി നീതി കൊടുത്തുകൊണ്ടിരുന്നത് തേർഡ് പാർട്ടിക്കായിരുന്നു. നിങ്ങളുടെ പരാതികൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങൾക്കോ ഈ പേഴ്സൺ യാതൊരു തരത്തിലുള്ള ഫീലിങ്സും പ്രകടിപ്പിച്ചിരുന്നില്ല, അല്ലെങ്കിൽ പ്രാധാന്യം നൽകിയിരുന്നില്ല. കാരണം എന്തുകൊണ്ടോ അത് തേർഡ് പാർട്ടിയുടെ ആ ഒരു മാന്ത്രിക വലയത്തിലായിരുന്നു ഈ പേഴ്സൺ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയെ ഈ പേഴ്സൺ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ഫൈറ്റിംഗ് എനർജിയിലൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പുതിയ തുടക്കമാണ്. അതുപോലെ തന്നെ ഈ വ്യക്തി തേർഡ് പാർട്ടിയുടെ ചില മോശപ്പെട്ട പ്രവർത്തികൾ കാരണം ഈ വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളായിട്ട് വളരെ സ്നേഹത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ഈ വ്യക്തി പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും പെരുമാറുകയും പതിവിലേറെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുകയും ഒക്കെ ചെയ്ത സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരിക്കലും ഈ വ്യക്തി ചെയ്യുന്നതല്ല, അത് തേർഡ് പാർട്ടിയുടെ ശക്തമായ കളികൾ മാത്രമാണ് എന്നുള്ള രീതിയിലാണ് കാർഡ്സ് കാണിക്കുന്നത്. പക്ഷേ ഈ പേഴ്സൺ ഇപ്പോൾ പുരുഷനാണെങ്കിൽ യഥാർത്ഥ മാസ്കുലൈൻ പവറിലേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഈ വ്യക്തി സ്ത്രീ ആണെങ്കിൽ യഥാർത്ഥ ഫെമിനൻ പവറിലേക്ക് ഈ സ്ത്രീ വന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഇവരുടെ യഥാർത്ഥ എനർജി എന്താണോ
അത് ഇവര് വീണ്ടെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ എനർജി ഡ്രെയിൻ ഔട്ട് ആയി പോകാതിരിക്കുവാൻ വേണ്ടി തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയിൽ നിന്നും വളരെയധികം അകന്നു നിൽക്കുന്ന ഒരു രീതിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവരിൽ നിന്നും അകന്നു പോന്നിട്ട് നിങ്ങളുടെ അടുത്തേക്ക് അടുക്കുവാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വ്യക്തമായിട്ടുള്ള സാഹചര്യവും സന്ദർഭവും നോക്കി നിൽക്കുകയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീതി ലഭിക്കേണ്ടത് ഇവർക്കല്ല, നിങ്ങൾക്കാണ് എന്നുള്ള പൂർണ്ണ ബോധ്യമാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് ഈ പേഴ്സന്റെ സ്വന്തം അമ്മയാണെങ്കിൽ പോലും അവരോടുള്ള ഫീലിങ്സും ഇമോഷൻസും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് നോക്കാനാണ്, അല്ലെങ്കിൽ ഈ പേഴ്സന് സ്വന്തമായിട്ട് ഇനി സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം സ്വാതന്ത്ര്യത്തോടു കൂടി ഇനിയെങ്കിലും ജീവിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം ഫാമിലി മാൻ ആയിരിക്കാം. അതായത് സ്വന്തം കുടുംബം അല്ലെങ്കിൽ കുടുംബത്തിലെ സഹോദരി സഹോദരന്മാരെയൊക്കെ നോക്കി വളർത്തുക, അവരുടെ ചെലവുകൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഈ പേഴ്സൺ ചെലവ് ചെയ്യുന്ന അവസ്ഥ. ശരിക്കും ഒരു വീട്ടിലെ ഒരു ജോലിക്കാരൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച് വീട്ടിലുള്ള മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടി ജീവിക്കുന്ന ഒരു ബലിയാടായിട്ടുള്ള ഒരു വ്യക്തി. പക്ഷേ എപ്പോഴേക്കോ ഈ പേഴ്സണ് അത് വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സണെ വളരെയധികം കൺട്രോളിൽ വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിട്ടുള്ളത്. ഈ വ്യക്തിയുടെ സഹോദരിയായിരിക്കാം, അമ്മയായിരിക്കാം, അങ്ങനെയുള്ള എനർജികളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരായിട്ട് ഈ പേഴ്സണെ വരുത്തിപ്പിക്കുകയും നിങ്ങൾക്ക് വളരെയധികം നിങ്ങളുമായിട്ട് ശത്രുത വരുന്ന രീതിയിലുള്ള ചില മോശപ്പെട്ട പ്രവൃത്തികൾ ഇവിടെ കളിക്കുകയും അതിനുശേഷം അത് സക്സസ് ആവുകയും ചെയ്ത ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഈ പേഴ്സൺ മനസ്സിലാക്കിയിരിക്കുന്നു അങ്ങനെയുള്ള ജീവിതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു അസംതൃപ്തമായ ഒന്നാണ്. അതിൽ നിന്നും പരിപൂർണമായിട്ടുള്ള ഒരു സന്തോഷം ഈ വ്യക്തിക്ക് ലഭിക്കുന്നില്ല എന്നുള്ള സത്യം ഈ വ്യക്തി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതായത് ഈ വ്യക്തിക്ക് നല്ല കാലം തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പുതുമ നിറഞ്ഞ അല്ലെങ്കിൽ പുതുമയേറിയ ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിപ്പോ കൂടെ വേറെ കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും, വളരെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും, ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ പോലും വളരെയധികം ചിന്തിച്ചു കൂട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പേഴ്സണ് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്നപ്പോൾ ഈ വ്യക്തി വളരെയധികം സന്തോഷത്തിലായിരുന്നു, വളരെയധികം സ്പെഷ്യൽ ആയിരുന്നു ഈ വ്യക്തിക്ക്. പക്ഷെ എപ്പോഴൊക്കെ നിങ്ങളായിട്ടുള്ള ഒരു പവിത്രമായ സ്നേഹം എപ്പോഴാണോ മാറ്റിവെച്ചത് അപ്പോൾ മുതൽക്ക് തന്നെ ഈ വ്യക്തിക്ക് ഓരോ കാര്യങ്ങളും നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. അപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലായിരുന്നില്ല ഈ വ്യക്തിയുടെ ചുറ്റിനുമുള്ള വ്യക്തികളാണ് ഈ വ്യക്തിയിലൂടെ നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരുന്നത്. അത് സാമ്പത്തികപരമായിട്ടും മറ്റു കാര്യങ്ങൾ പരമായിട്ടും ഒക്കെ ഈ വ്യക്തിയെ വളരെയധികം മിസ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തികൾ. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ജീവിക്കേണ്ടത്, തീർച്ചയായിട്ടും എന്നെ സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പുരുഷന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നുള്ള ഒരു പുതുമയേറിയ അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു രഹസ്യമായ, നിങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ചിലപ്പോൾ തേർഡ് പാർട്ടിയോട് ചെറിയ രീതിയിൽ തല്ല് പിടിക്കുന്ന രീതിയിലോ എതിർത്ത് പറയുന്ന രീതിയിലൊക്കെ ഈ പേഴ്സൺ തുടങ്ങിയിട്ടുണ്ട്. ചില പ്രവർത്തികളൊക്കെ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു തിരിച്ചടികളായിട്ട് തേർഡ് പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും അവരുടെ മോശക്കാലം വന്നു തുടങ്ങി എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കറുത്ത കുതിരയെ നിങ്ങൾ യാദൃശികമായിട്ടൊക്കെ കാണുകയാണെങ്കിൽ അത് ഫോട്ടോസിലൂടെയോ അല്ലെങ്കിൽ സിനിമ TV-യിലൂടെയോ മൊബൈലിലൂടെയോ ഒക്കെ കറുത്ത കുതിരയെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് എനർജികൾ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജികളുടെ സാന്നിധ്യം വളരെയധികം കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതിനെ കൂടി സൂചിപ്പിക്കുന്ന ഒരു സൂചനയും കൂടിയാണ്. അപ്പം അങ്ങനെ നിങ്ങൾ യാദൃശികമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ
അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന വളരെയധികം നല്ലൊരു സൈനായിട്ടാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കുമെല്ലാം മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.